നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 15-ാം തീയതി 1200-ാം ആണ്ട് വൃശ്ചിക മാസം 30-ാം തീയതി ഞായറാഴ്ച. ഇന്ന് മകയിരം നക്ഷത്രമാണ്. നക്ഷത്രം മകയിരം നക്ഷത്രം. പൊതുവേ ഇന്ന് വളരെ ഐശ്വര്യപ്രദമായ ദിവസമാണ്. 1 ഞായറാഴ്ച, 2 ശുഭനക്ഷത്രമായ മകയിര നക്ഷത്രം, 3 ഇന്ന് പൗർണമിയാണ്. പൗർണമി എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ ഒരു ദിവസമേ ഉള്ളൂ പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസം. പൂർണ്ണമായി ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്ന ദിവസം ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് ഞായറാഴ്ച സൂര്യന് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ്. സൂര്യഭഗവാന്റെ ദിവസമാണ് സൂര്യവാരം. അന്ന് തന്നെ പൗർണമി ചന്ദ്രനും കൂടി പ്രാധാന്യമുള്ള ദിവസമായതുകൊണ്ട് അതാണ് ഏറ്റവും ശുഭ ദിവസം എന്ന് പറയാൻ കാരണം. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഐശ്വര്യപ്രദമായി തീരും. കാരണം ചന്ദ്രൻ്റെ പ്രകാശവും സൂര്യൻ്റെ ചൈതന്യവും ഒരുമിച്ച് നിൽക്കുന്ന 2 ചൈതന്യവത്തായ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചെയ്യുന്ന ശുഭകാര്യങ്ങളെല്ലാം ഫലവത്തായി വരും. നമുക്കിന്ന് എത്ര സമയദോഷമുള്ള ആളാണെങ്കിൽ പോലും ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ വളരെ അനുകൂലമായിട്ട് മാറും. അത്രയും ദൈവാധീനം വർദ്ധിച്ച് നിൽക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. അതുമാത്രമല്ല, മകയിര നക്ഷത്രം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ദിവസം മൊത്തത്തിൽ കൊള്ളാം, എല്ലാവർക്കും ഇന്നത്തെ ദിവസം കൊള്ളാം. ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കാവട്ടെ എന്തൊക്കെ കഷ്ടതയേറിയ സമയമാണ് നിങ്ങൾക്ക് നടക്കുന്നതെങ്കിൽ പോലും ചിലപ്പോൾ ചെറു പ്രായമാണെങ്കിൽ മകയിരംകാർക്ക് രാഹുദശ നടക്കുകയായിരിക്കാം. കുറച്ചുകൂടി നല്ല സമയമാണെങ്കിൽ വ്യാഴമായിരിക്കാം. ഒരു 38 വയസ്സൊക്കെ കഴിഞ്ഞ് 55-56 വയസ്സ് വരെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ശനിയായിരിക്കാം. അപ്പോൾ ഈ ദശ ഏതോ ആയിക്കോട്ടെ, പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അതായത് വൃശ്ചിക മാസത്തിലെ നക്ഷത്രം വന്നിട്ടുള്ളവർക്ക് ഐശ്വര്യപ്രദമായ ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങളുടെ ശരിക്ക് പൗർണമി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം തരെയാണ്. ഇരുട്ടത്ത് കിടക്കുന്ന നിങ്ങളെ വെട്ടത്തിലേക്ക് നയിക്കുകയാണ്. പൂർണ്ണമായിട്ട് പ്രകാശം. അപ്പം നമ്മളെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റും. എന്ത് കാര്യം ബ്ലോക്കായി കിടക്കുന്നുവോ, എന്തൊക്കെ കാര്യങ്ങൾക്ക് തടസ്സം നേരിട്ട് നിൽക്കുന്നുവോ അതെല്ലാം സഫലീകരിക്കാൻ പറ്റും. അത് സാമ്പത്തികമായിട്ടായാലും ശരി, മറ്റ് കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളായാലും ശരി, എന്ത് കാര്യത്തിനും വിജയസാധ്യത ഉണ്ടാകുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും സന്തോഷപ്രദമായ ഒരു വർഷം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു കാര്യത്തിലും അറച്ച് നിൽക്കരുത്, ഒന്നും മാറ്റി വയ്ക്കരുത്. ഇതുപോലെ ഒരു വർഷം നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരും. അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ പതുപോലെ രാവുകാല സമയം നോക്കി വേണം പോവാൻ. ഇന്നും രാവുകാല സമയം 4:30 മണി തൊട്ട് 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 4:32 തൊട്ട് 6 മണി 1 മിനിറ്റ് വരെ രാവുകാലമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കലണ്ടറിൽ ഇട്ടിരിക്കുന്ന സമയം പോലെ തന്നെയാണ്, ചെറിയ ചെറിയ മിനിറ്റുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് അഭിജിത്ത് മുഹൂർത്തം, കാരണം ഇന്ന് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യമില്ല, കാരണം അല്ലാതെ തന്നെ നല്ല ദിവസമാണ്. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം കൂടി നോക്കുന്നവർക്ക് കുറച്ചുകൂടെ സന്തോഷപ്രദമായ അവസ്ഥകളുണ്ടാവും. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:50 തൊട്ട് ശരിക്കും 12:42 വരെ 52 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. അതുപോലെ ഇന്നും ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും സൂക്ഷിക്കണം. ഇപ്പോൾ 3:11 തൊട്ട് 4:37 വരെ ഗുളികനും, അതുപോലെ 12:20 തൊട്ട് 1:45 വരെ യമകണ്ഠകാലവും. ഈ 2 സമയവും എത്ര നല്ല ദിവസമെന്ന് പറഞ്ഞാലും നമ്മൾ ഈ സമയം എടുക്കരുത്. കാരണം ഇവർക്ക് 2 പേർക്കും അനുവദിച്ച് കൊടുത്തിരിക്കുന്ന സമയമാണ്. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ നല്ല ദിവസമാണ്, എന്നാലും നമ്മൾ ഇന്ന് വല്ല ഫംഗ്ഷനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ സന്തോഷത്തോടെ പോകാം. അപ്പോൾ കുറച്ചുകൂടി നമ്മളിൽ ആകർഷിക്കപ്പെടാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി ഷൈൻ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന വസ്ത്രധാരണത്തിനും കൂടി പ്രാധാന്യം കൊടുക്കുക.
ചുവന്ന കളറോ താമരപ്പൂവിൻ്റെ കളറോ ചുടുകല്ലിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രധാരണവും കൂടി നമ്മൾ സ്ട്രെസ്സിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ കുറിയായിട്ടെങ്കിലും തൊടുക, കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ വയ്ക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ദിവസമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ ദിവസത്തെ മാക്സിമം വിനിയോഗിക്കുക. എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.